നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബി.ജെ.പി. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ എന്നൊരു വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. ആ വിലയിരുത്തലിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇന്ന് വന്നത്. അതായത് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ എത്തിയിട്ടുള്ളത്. അത് പറയുന്നതനുസരിച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്ന് തന്നെയാണ്. ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിലെ 2 മണ്ഡലങ്ങൾ ഉണ്ടാകും എന്നും ഇപ്പോൾ ഊഹാപോഹങ്ങൾ പരക്കുന്നുണ്ട്. അതായത് നാളെ പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി വി മുരളീധരനെയും പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി സസ്പെൻസ് നിലനിൽക്കാനാണ് സാധ്യത എന്നും സൂചനകളുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ കേരളത്തിലെ 2 മണ്ഡലങ്ങൾ സ്ഥാനം പിടിച്ചേക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ പിടിക്കുക എന്നത് തന്നെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. കാരണം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ തന്ത്രം എന്നതും അതുതന്നെയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിക്ക് സീറ്റുകൾ കുറഞ്ഞിരുന്നു. അതായത് ഇന്ന് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിക്ക് ഇത്തവണ പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനൊപ്പം രാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന വസ്തുത ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യ നേരത്തെ തന്നെ ബി.ജെ.പി. സീൽ ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ അവർ ലക്ഷ്യം വയ്ക്കുന്ന സീറ്റുകളിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പ്ലസ് ദക്ഷിണേന്ത്യയെ കൂടി പിടിച്ചടക്കിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി മാറുക, ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷിയായി മാറുക എന്ന ലക്ഷ്യമാണ് ബി.ജെ.പി. ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നറിയുന്നു. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് കൂടി മത്സരിക്കും എന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അതായത് തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ നിന്നോ മൽക്കാജിഗിരിയിൽ നിന്നോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ 10 മുകളിലേക്ക് തെലങ്കാനയിൽ ബി.ജെ.പി. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും സീറ്റുകൾ ഉണ്ടാകും. അതിനപ്പുറം കർണാടകയിൽ ഏതാണ്ട് മുഴുവൻ സീറ്റും ജനതാദൾ എസുമായുള്ള രാഷ്ട്രീയ സഹകരണത്തിൻ്റെ പേരിൽ പിടിച്ചെടുക്കാനും ബി.ജെ.പി. പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ഈ രീതിയിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ കക്ഷിയായി ബി.ജെ.പി. 2024 തിരഞ്ഞെടുപ്പിന് മാറും. ഇതാണ് ബി.ജെ.പിയുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലടക്കം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോവുക, അതിന് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാകുമെന്നാണ് ബി.ജെ.പി. ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. എന്തായാലും നാളെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുകയാണെങ്കിൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും അതൊരു ഞെട്ടലായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. UDFൽ 1-2 മണ്ഡലങ്ങളിൽ ഒഴികെ പല മണ്ഡലങ്ങളിലും സീറ്റുകളെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ LDFൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ LDFന് തീരെ അനുകൂലമല്ല എന്ന് പാർട്ടിയും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും ബി.ജെ.പി. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സ്ഥാനാർത്ഥി പട്ടിക വരികയാണ് എങ്കിൽ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചടുലമായ നീക്കമായിരിക്കും ബി.ജെ.പി. നടത്തുന്നത്. അത് ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടം തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരും എന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.